നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, ഈ വീഡിയോസ് വെച്ച് നീ എന്ത് ചെയ്യാനാ? എടാ, ഇനി അടുത്തതായി നമ്മൾ തകർക്കാൻ പോകുന്നത് വീട്ടിലുള്ള അവളുടെ സമാധാനമാണ്. അവളുടെ വീട്ടിൽ അവളെ ഒട്ടും ഇഷ്ടമല്ലാത്തത് ഗിരിയുടെ പെങ്ങൾ സ്വപ്നയ്ക്കാണെന്ന് മഹിമ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. മഹിമയ്ക്ക് പാരപണിയാൻ എന്തെങ്കിലും ഒരു കാരണം നോക്കി നടക്കുക അവള്. ഈ വീഡിയോ അവളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? പിള്ളേര് പരീക്ഷ എഴുതാതെ സിനിമയ്ക്ക് പോയിന്ന് ഏത് വീട്ടുകാരറിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കും. അവളുടെ കാര്യം കട്ടപ്പുകയാ, ഉറപ്പാ. അതോടെ വീട്ടിൽ അവൾക്ക് സൗകര്യം കിട്ടാതാവും. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അവളെ പരമാവധി ബുദ്ധിമുട്ടിക്കണം, എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തണം. എന്നാലേ നമ്മൾ അനുഭവിച്ച വിഷമം അവള് മനസ്സിലാക്കും. എടാ, നീ ആ വീഡിയോ എനിക്ക് അയച്ചതാ. എന്റെ കയ്യിലുള്ള ഫേക്ക് സിമ്മിൽ നിന്നും അത് സ്വപ്നയ്ക്ക് അയച്ചു കൊടുക്കാം. ബാക്കി അവള് നോക്കിക്കോളും. ഓക്കെടാ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കോളേജിൽ നിനക്ക് വല്ല പ്രേമമുണ്ടോ? അല്ല, ഇന്നലെ ടെറസിൽ വെച്ച് നീ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നീ ഇന്ന് കോളേജിലേക്ക് വന്നില്ലെങ്കിൽ അവൻ എന്തോ ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലെ തോന്നി. അപ്പൊ നീ എന്തായാലും വരാന്നൊക്കെ പറഞ്ഞ് അവന് സമാധാനിപ്പിച്ചു. എന്തായാലും നന്നായി. ഒരേ കോളേജിൽ നിന്നാവുമ്പോ ഒരേ സ്റ്റാറ്റസ് ആവുമല്ലോ. അല്ലെങ്കിലും ഡോക്ടർക്ക് ചേർച്ച ഡോക്ടർ തന്നെയാ. ഇത്തിരി വൈകിയാണെങ്കിലും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് നിനക്ക് മനസ്സിലായല്ലോ. എന്ത് പറഞ്ഞത്? നിലയും വിലയും നോക്കി വേണം കമ്പനി വെക്കാനെന്ന്. മുകുന്ദനെക്കാളും എന്തുകൊണ്ട് നല്ലത് കോളേജിൽ ഏതെങ്കിലും പയ്യനെ പ്രേമിക്കുന്നതാ. അതാവുമ്പോ നിന്റെ അതേ പ്രായവും ജോലിയാവും. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നീ എന്തിനാ എന്നോട് ചൂടാവുന്നെ? നീ പ്രേമിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ടാണോ? അതുകൊണ്ട് നിനക്കെന്താ? ഓ, ഇനി നീ മുകുന്ദനെ ആ പയ്യനെയും ഒരേ സമയം പ്രേമിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ സമ്മതിച്ചു തന്നു. മുകുന്ദൻ ഒരു മണ്ടനായതുകൊണ്ട് മനസ്സിലാവേയില്ല. ഞാൻ തന്നെ വർഷങ്ങളോളം അവനെ പറ്റിച്ചതാ. എന്നാലും എന്നെ ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇതായിരുന്നല്ലേ നിന്റെ പരിപാടി? അല്ലെങ്കിൽ ഏറ്റവും നല്ലവളെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളാ ഏറ്റവും വലിയ ഫ്രോഡുകൾ. നിർത്തടി. സംസാരിക്കാൻ തുടങ്ങിയ നിർത്താതെ വളവളാന്നങ്ങ് പോവും. നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് കോളേജിൽ പ്രേമമുണ്ടെന്ന്? ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് നീ അങ്ങ് ഊഹിച്ചു അല്ലേ? നിന്റെ വൃത്തികെട്ട മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നതില് എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ എന്നെ കുറിച്ച് ഇങ്ങനെയുള്ള ചിന്തകൾ ഇനി വന്നു പോവരുത്. എനിക്ക് ദേഷ്യം വന്നിട്ട് നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുക. ഇപ്പൊ എന്നെ വെറുതെ ചൊറിയാൻ വന്നാ നിനക്ക് നല്ല കണക്കിന് കിട്ടും. എനിക്കിപ്പൊ കുറച്ച് സ്പേസ് തരുന്നതാ നിനക്ക് നല്ലത്. എന്താ വരുന്നില്ലേ? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓ, വരുന്ന കാര്യത്തിൽ ഒരു കൃത്യനിഷ്ഠയില്ലെങ്കിലും പോകുമ്പോ കൃത്യസമയത്ത് പോണം. നീയൊക്കെ നേരത്തെ പോയിട്ട് എന്ത് ചെയ്യാന്? നല്ല സ്നേഹമുള്ളൊരു ഭർത്താവ് ഉള്ളപ്പോഴേ വീട്ടിൽ നേരത്തെ എത്തണമെന്ന് ഭാര്യമാർക്ക് തോന്നും. അതെ,
നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആഹാ, ദാ പറഞ്ഞ നാവെടുത്തില്ല, അപ്പോഴേക്കും എത്തി. ഒരു മിനിറ്റ്. ഗിരീട്ട, വെറുതെ പ്രശ്നത്തിനൊന്നും പോവില്ല. പ്രശ്നമൊന്നുമില്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിനക്ക് മഞ്ജുവിനോട് എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതെന്താണെന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. എന്റെ പുറകെ നടന്ന് നീ എല്ലാവരുടെയും മുന്നിൽ കുറെ നാണം കെട്ടതാണല്ലോ. നീ സ്വയം വരുത്തി വെച്ച അപമാനമാണത്. ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും നീ മനസ്സിൽ എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടി നിന്റെ നഷ്ടങ്ങൾക്കൊക്കെ ഇവളെ കാരണക്കാരിയാക്കി വെറുക്കാൻ തുടങ്ങി. പക്ഷെ നിനക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ദേ അത് ഇവിടം കൊണ്ട് തീർത്തോണം. ഞങ്ങളായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വരില്ല. ആ മര്യാദ നീ തിരിച്ചും കാണിക്കണം. സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന ഞങ്ങളെ നീ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാ ഞാനും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. നീ എന്നെ എന്ത് ചെയ്യുന്ന? ഓ, ഞാൻ അച്ഛന് കൊടുത്ത വാക്ക് കാരണം ഞാൻ നിന്നെ തല്ലില്ലെന്നായിരിക്കും നിന്റെ ധൈര്യം. ഞാൻ നിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ഇവള് തന്നെ ധാരാളം. ഇവൾക്കൊരു ഗുണ്ടയെ അടിച്ചോടിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്നെ ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് ആലോചിച്ച് നോക്ക്. നീ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് നിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഞ്ജു നിന്നെ തട്ടിക്കളഞ്ഞാലും മറ്റാരോ ആണ് നിന്നെ കൊന്നതെന്ന് പോലീസുകാരും വിചാരിക്കും. ഇവൾക്ക് എന്നെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട. കഴിഞ്ഞ കുറച്ചു ദിവസം നിന്റെ കൂടെ നടന്നപ്പോ നിന്റെ പെരുമാറ്റം കണ്ട് പലവട്ടം എന്റെ മനസ്സിൽ ഞാൻ നിന്നെ കൊന്നിട്ടുണ്ട്. ഇവളുടെ സെക്യൂരിറ്റി നീ തന്നെ നോക്കുന്നുണ്ട്, അത് എളുപ്പമാവുമല്ലേ? പിന്നെ ഇവളെ തീർത്ത് കളഞ്ഞിട്ട് പേരിന് ഞാൻ തന്നെ എനിക്ക് ചെറിയൊരു പരിക്ക് വരുത്തിയിട്ട് പോലീസുകാർ ചോദിക്കുമ്പോ ഇവളെ കൊല്ലാൻ ആരൊക്കെയോ വന്നു, ഞാൻ തടുക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാ പോരെ? എന്താ ബുദ്ധി അല്ലേ? നിന്റെ ജീവൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത് ദേ ഇവളുടെ ഭാഗത്ത് നിന്നാണ്.